കേരളത്തിന്റെ ടൂറിസ്റ്റ് മാപ്പിലടക്കം ഇടം പിടിച്ച പാവറട്ടിയിലെ വിശുദ്ധ യൗസേപ്പിതാവിന്റെ തീർത്ഥകേന്ദ്രം. 149 മാധ്യസ്ഥ തിരുനാൾ ആഘോഷിക്കാനൊരുങ്ങുന്ന അതിപ്രശസ്തമായ ഈ ദേവാലയത്തിന്റെ ഒരു അത്യപൂർവ ചിത്രമാണ് ഇത്. ഈ ചിത്രത്തിലുള്ളത് ദേവാലയത്തിന്റെ ഇപ്പോൾ വീണ്ടും നവീകരിച്ച മുഖമണ്ഡപം. പക്ഷെ പുറകിലുള്ളത് പഴയ ദേവാലയം. അതെ, മുഖമണ്ഡപമായിരുന്നു ദേവാലയ നിർമ്മാണത്തിൽ ആദ്യം പൂർത്തിയായത്. മുഖമണ്ഡപത്തിന് പുറകിൽ പഴയ ദേവാലയത്തിന്റെ പ്രധാന ഭാഗങ്ങൾ കാണാം. 1974 മെയ് 1 പുറത്തിറങ്ങിയ സത്യദീപത്തിലാണ് ഈ ചിത്രം പ്രസിദ്ധീകരിച്ചത്. ബാലസാഹിത്യകാരനും ഇടവക അംഗവുമായ KT മാത്യു മാസ്റ്റർ പാവറട്ടിയിലെ അന്നത്തെ ഏക സ്റ്റുഡിയോ ആയിരുന്ന മിനർവ സ്റ്റുഡിയോയെ സമീപിച്ച് പകർത്തിയ ഈ ചിത്രം അങ്ങനെ 1974 ദേവാലയ ചരിത്രത്തിലേക്ക് വെളിച്ചം വീശുന്നു. മാത്യു മാസ്റ്ററുടെ പഴയകാല മാഗസിൻ സമ്പാദ്യത്തിൽ നിന്നാണ് പാപ്പ ഫ്രെയിംസ് തിരുനാൾ നൊസ്റ്റാൾജിയ സ്മരണികയിലൂടെ ഈ ചിത്രം പുതുതലമുറയ്ക്ക് മുന്നിൽ ആദ്യമായി എത്തിയത്. കാലഘട്ടത്തിനനുസരിച്ച് ഏറെ മുഖം മിനുക്കിയിരിക്കുന്നു ദേവാലയത്തിന്റെ സിഗ്നേച്ചർ ഫേസുകളിലൊന്നായ ഈ മുഖമണ്ഡപം. വിളിച്ചാൽ വിളി കേൾക്കും യൗസേപ്പിതാവ്, വാണരുളിയിടുന്ന പുണ്യതീരം. യൗസേപ്പി